എന്താ പറയുക, അന്തരീക്ഷം കണ്ടിട്ടേ ന്യൂസിലാൻഡിലും ഇതേപോലത്തെ അന്തരീക്ഷമാണെങ്കിലും പക്ഷെ ഇവിടുത്തെ ലൈറ്റിങ് വളരെ ഡിഫറെൻറ്റാണ്. ന്യൂസിലാൻഡിലെ ലൈറ്റിങ് പോലെ അല്ല നാട്ടിലെ ലൈറ്റിങ്. പിന്നെ നാടിൻ്റെ ആ ഒരു മണവും രസമാണല്ലോ, രസം. ഞാൻ വിചാരിച്ചു ആ രസം ഒന്ന് ഒപ്പിയെടുത്ത് വയ്ക്കാം, പിന്നീട് ഉപകാരപ്പെടും എന്ന്. ഇത് ഇവിടെ കുറച്ച് മുന്നിൽ തന്നെ ഇങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ വീണ് കിടക്കണ പേരക്കയാണ്. കുറച്ച് പേരക്കൊക്കെ ഇതിലുണ്ട്, ചെറുതായിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. എവിടെയോ ഉണ്ടാ, ചെറുതായിട്ടൊന്നും ഉണ്ടായി വരുന്നേ ഉള്ളൂ. ജാതിക്കും മരത്തിൽ ഒന്ന് രണ്ട് പൂത്തുകൊണ്ടിരിക്കുക. ജാതിക്കയുടെ ബാക്കിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഡെയിലി ആവശ്യങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളത്. കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഇവിടെ ഒരാൾ രാവിലത്തെ എക്സസൈസിന് പോകണോടാ നീ? ഇതാണ് ഞങ്ങളുടെ ജോക്കുട്ടൻ. സൈക്കിൾ ചവിട്ടാണ്. എവിടം വരെ പോവും? തറവാട്ടിക്കാണോ? എവിടെ ഭക്ഷണം കഴിക്കാനാ? ഞാനും വരുന്നു, നമുക്ക് പോവാം. വീഡിയോയിൽ പെട്ടില്ലെന്നുണ്ട്. നാടിനെ കുറിച്ച് ഇപ്പോൾ എഴുതി പറയായിരുന്നു. ഇടകട വാവാലി ഇവനെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നതാണ്, അവനെ തലമുടി ഒന്നും ഈരിയിട്ടില്ല, ലുക്കില്ലെന്ന്. എന്തുകൊണ്ടാ ലുക്കില്ലാത്ത? മുടിയിരുത് എന്താ മുടിയില്ല, ഞാൻ ഉറങ്ങണിട്ടിരിക്കല്ലേ. പണ്ടത്തെ വീട്ടിലേക്ക് പോവാം നമുക്ക്. അവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റും ഹോട്ടൽസ് കാര്യങ്ങൾ പരിപാടികളൊക്കെ അവിടെയാണ്. ഇവിടെ ഉണ്ടല്ലോ 2019 മെട്രോ മനോരമ എന്ന് പറഞ്ഞ ഓരോരോ പങ്ക്തി, അതിൽ ഇവിടുത്തെ ഹോട്ടലിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. അങ്ങനെ, അതായത് ഇവിടുത്തെ ആൻറ്റിയുടെ പേര് അന്നാന്നും നടത്തുന്ന അങ്കിളുടെ ഒരു ജോസ് എന്നാണ്. അന്നയും ജോസും പിന്നെ രുചിയും എന്നിട്ടൊരിത് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. ഇതാണ് നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ മുഖം കണ്ടില്ലെങ്കിൽ കേരളത്തിലൊന്നും നടക്കില്ല. ആളാണിത്. ഇത് മമ്മിയുടെ ആങ്ങളുടെ മോൻ ജെൻസൺ. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ വായന്ന് വെള്ളം ഊറുന്ന ഒരു ചില പഴയ പരിപാടികൾ നമ്മൾ കണ്ട് മറന്നിട്ടുള്ള സാധനങ്ങളുണ്ട്, കാണിച്ചു തരാതെ. വേണ്ട, ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ തുറക്കല്ലേ, ഈ സാധനങ്ങളൊക്കെ ആൾക്കാർ മറന്നു തുടങ്ങി. പിന്നെ അതിവിടെ നല്ല ഇതൊക്കെ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സാധനം കണ്ട, ഇതൊക്കെ ആൾക്കാർ മറന്നു തുടങ്ങി. ഇതൊക്കെ വേറെ ഷേപ്പിലും ഭാവത്തിലും ആയി തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾ ന്യൂസിലാൻഡിലൊന്നും ഈ സാധനം കണ്ടിട്ടേ ഇല്ല, ഈ ഒരു ഷേപ്പിലുള്ളത്. ഇതാണ് ശരിക്കും ഒറിജിനൽ സമൂസ. ഇതാണ് എത്ര തലമുറയുടെ വേണ്ട 65 വർഷം 70 വർഷമായി. ഇത് ഓരോ തലമുറകളുടെ ഫോട്ടോ അടിക്കണം. അത്രയും മുന്നേ ഉള്ള ഹോട്ടലാണ് ഇവിടെ നെല്ലിക്കുന്നത്ത് തൃശ്ശൂർ. ഇതാണ് നമ്മുടെ അങ്കിളാണ് കാര്യങ്ങളെല്ലാം ചെയ്യണത്. പണ്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ വന്നു കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ പറയായിരുന്നു, ഒയ്യോ എന്ത് വ്യത്യാസമായിരുന്നു. ഞാൻ കട പുതുക്കിയതിന് ശേഷം ഞാൻ വന്നിട്ടില്ല. അത് സംഭവം അടിപൊളി. അപ്പം അങ്ങനെ, അപ്പോൾ ഇവൻ പറയണേ, ഇവൻ്റെ അപ്പനാണ് നേരത്തെ കാണിച്ചത്. അപ്പം പറഞ്ഞ് അപ്പനല്ല അപ്പനാണ് മെയിൻ. രാവിലെ ന്യൂസിലാൻഡിൽ വന്നിട്ടേ ആർത്തിയോടുകൂടി രാവിലെ കഴിക്കുന്ന സാധനം എന്താണ്? ദോശ നൂലപ്പം. നിങ്ങൾക്കൊന്നും അത്ര വലിയ എന്താ പറയാ ഇതുണ്ടാവില്ല. എന്താ പറയാ, നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെല്ലാവരും ഇത് കഴിക്കണം. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഈ നൂലപ്പും ദോശ എന്നൊക്കെ പറഞ്ഞാണല്ലോ അതിന്റെ അറിയാം. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കഴിക്കണത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സാധനം. അത് കൊള്ളിക്കറി, ദോശയും കൊള്ളിയും ഈ ചട്നി ഒഴിച്ചിട്ട് പിടിപിടിച്ചുണ്ടല്ലോ. ഇതിൽ കുറെ ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് ലോകത്തിൽ ഇല്ല. അത്രയും ടേസ്റ്റാണ്. ഇതെന്റെ പണ്ട് വരുമ്പം ആ ടേസ്റ്റ് ഇപ്പോഴും നാവലുണ്ട്.
അത് ദോശ, കൊള്ളിക്കറി, ചട്നി. അപാര കോമ്പിനേഷൻ. പിന്നെ നമുക്ക് നാട്ടിലെ നാടൻ ബീഫ്. സംഭവം എല്ലാം ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. എൻ്റെ വികാരമാണ് ഏത് ദോശ, കപ്പ, ചട്നി. ഇതിനെ വെട്ടാൻ ഞാൻ ഇത്രയും കാലം കഴിച്ചിട്ടൊന്നും ഞാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര ടേസ്റ്റാണ്. എന്താ നമ്മള് കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണത്. ഇപ്പൊ ഇങ്ങനെയായി. ഇവിടെ ഒരാളോട് ചോദിച്ചു നോക്കാം. ഇവൻ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കണം. ഇതിന് മുന്നേ അവൻ പല സ്ഥലങ്ങളിൽ ഫുഡിയാണ് അവൻ. അപ്പൊ അതുകൊണ്ട് ഫുഡിന്റെ ഇന്ന് എന്തൊക്കെ കഴിച്ചേ? ഞാന് മസാല ദോശ, പിന്നെ മറ്റേ കപ്പ, ഗ്രേവി, കൊള്ളിക്കറി. ഇവിടുത്തെ ഫേമസ് പൊറോട്ട. ഇതിലിപ്പോ ഏതാ നല്ലതെന്ന് പറയാൻ പറ്റാത്ത അടിപൊളിയാണ്. അടിപൊളി മസാല ദോശയുടെ ഒരു വീട്ടിലത്തെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഉമ്മക്ക് ഉണ്ടാക്കി തന്നെ മസാല, മസാല നല്ല ക്രിസ്പി ദോശ. എന്നാ പൊടിയിലില്ല, പേപ്പർ പോലെ വന്നിട്ട് പൊടി അതില്ല, നല്ല ദോശ അടിപൊളി. കാരണം ഞാൻ ഇവരോട് പറയായിരുന്നു, എപ്പോഴും പറയും, ഞാനിവിടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പുറത്ത് ഇത്രയും കടയുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കഴിക്കുള്ളൂ. അത് ഇതിപ്പോ ഹോട്ടലല്ല, ഹോട്ടലിന്റെ ബാക്കിൽ നമുക്ക് ഉള്ളിലായതുകൊണ്ട് എടുക്കണം. ഹോട്ടലിന്റെ ഫോട്ടോ ആണോ നിങ്ങൾ നേരത്തെ കണ്ടത്? മസാല ദോശ കഴിഞ്ഞിട്ടുള്ള അതെ, ഇവിടെ വേറൊരാളുണ്ട്. കണ്ട, ഇവൻ ആദ്യമായിട്ടാണ് അവിടുത്തെ ഫുഡ് കഴിക്കണല്ലേ. അടിപൊളിയായി. നീയും ഈ രണ്ടാമത്തെ ചായ കുടിക്കണം. കിടുക്കാച്ചില്ലേ? ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞു ഇത് കഴിക്കണം. അപ്പൊ ഇവർ പറഞ്ഞില്ല മസാല പിടിക്കാൻ തോന്നുന്നു. അപ്പൊ മസാല ദോശ കഴിച്ചിട്ട് പൊറോട്ട. ഞാൻ ഇന്നലെ കഴിച്ചിട്ട് പോയി പറഞ്ഞു മസാല ദോശ അടിപൊളി വന്നു. അത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടല്ലോ, ദോശയും കൊള്ളിക്കറിയും ചട്നിയും അപാര കോമ്പിനേഷനാണ്. അപ്പോ ഞാൻ മാത്രം എന്റെ മമ്മിയുടെ വീട്ടിലത്തെ ഹോട്ടലിൽ നിന്നുകൊണ്ട് ഞാൻ മാത്രം പറഞ്ഞപ്പോ ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന പ്ലാനൊന്നും ഇല്ല. ഇവരോട് വന്ന് ഞാനിത് അവർ തിന്നു കഴിഞ്ഞപ്പോ നേരെ വീഡിയോ കൊണ്ട് ഇങ്ങനെ വന്നതാണ്. ഞാനപ്പോ ചോദിച്ചു, ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ പറഞ്ഞിട്ട് വേണം ഒരു ചായയും കൂടി പറഞ്ഞു. സൂപ്പർ സെറ്റ് ഉണ്ടല്ലോ. ഇവിടെ നെല്ലിക്കുന്ന് ആൾക്കാർ വരുമ്പോണ്ടല്ലോ, റഹബത്ത് സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ഹോട്ടല്, ഒരു ഹോംലി ഹോട്ടൽ. ഇപ്പൊ ഒരു മാസം കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറെ സാധനത്തിന് വരും.